എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഇന്ന് ഫുൾ ടൈം ഡൗണിൽ തന്നെയായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, ഡൗൺ ഓപ്പണിംഗ് വന്നതിന് ശേഷം പ്രീവിയസ് ഡേ ലോയുടെ അവിടെ തന്നെ ജസ്റ്റ് വന്നിട്ട് വീണ്ടും തിരിച്ച് താഴെ ഇറങ്ങി ലാസ്റ്റ് ചെറിയൊരു കവറിങ് വന്നതേ ഉള്ളൂ. വീക്ക്നെസ് ആണ് മാർക്കറ്റ് കാണിക്കുന്നത്. ഇപ്പം ഇന്നാണെങ്കിൽ ഇൻഫ്ലേഷൻ വളരെ കുറവാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേങ്കിൽ അതൊക്കെ ഈ FIs സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് വീണ്ടും തോന്നുന്നത് നാളെ വീണ്ടും ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഇച്ചിരി ഹൈ ഓപ്പണിംഗ് വന്നാലും തിരിച്ചിറങ്ങാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഡേ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈ ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. മറ്റേ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വരുവാണെങ്കിൽ. പക്ഷേ ഇതിനിടയ്ക്ക് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാം. 24, 300, 400 എന്നൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ബാങ്ക് നിഫ്റ്റി പ്ലസ് നിൽക്കുകയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ചാൻസ് ഉണ്ട്. ഇപ്പം മെയിൻ ബാങ്കുകളിലൊക്കെ റിസൾട്ട് വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിരിക്കും ബാങ്ക് നിഫ്റ്റിയിലെ മൂവ്മെൻ്റ് ഒക്കെ. എന്തായാലും നമുക്ക് CPRൻ്റെ ഇത് വെച്ചിട്ട് നോക്കി നമുക്ക് എടുക്കും. ഏത് തലേദിവസം മൂവ്മെൻ്റ് ഉള്ള ഷെയറുകളാണല്ലോ നമ്മൾ എടുക്കുന്ന അടുത്ത ദിവസം. അപ്പോൾ അതിനകത്ത് നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് 10 ഷെയർ എടുത്താൽ ഒരു 4-5 ഷെയറിനകത്തെങ്കിലും നമുക്ക് ചാൻസ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി വരുവാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഷെയറുകളായിരുന്നു ഈ സോമാടെക്സ് എന്നൊക്കെ പറയുന്ന ഷെയർ. ഇത് വന്നിട്ട് കണ്ടിന്യൂസ് 2-3 ദിവസമായിട്ട് അപ്പർ സർക്യൂട്ടാണ്. ഇത് കണ്ടില്ല, എന്താ ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇന്നും അത് അപ്പർ സർക്യൂട്ട് ഓപ്പൺ ആയിട്ടില്ല. തെർമാത്ത് എന്ന് പറയുന്ന ഷെയറിനകത്ത് നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അതിനുശേഷം ഇറങ്ങി 63 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 60-50 വരെ ചെറിയ ഷെയർ. അപ്പം ഒരു 5% മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, വൺ സൈഡ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സലോണ കോഡ്സ്പിൻ എന്ന് പറയുന്ന ഷെയറും അതിനകത്ത് നമുക്ക് ചാൻസ് ഇല്ലായിരുന്നു. സൈൻ പോസ്റ്റ് എന്ന് പറയുന്ന ഷെയറിനകത്ത് അതിലും ചാൻസ് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണിതില്ല. EIELനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, ഇവിടെ കട്ട് ചെയ്തു, 283 കട്ട് ചെയ്തു. 283 നമുക്ക് 276, വലിയ മൂവ്മെൻ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻ്റ് അത് തന്നിട്ടുണ്ട്. ഡാറ്റാമെട്രിക്സിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഡാറ്റാമെട്രിക്സ് ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് താഴോട്ട് പോയി, ജസ്റ്റ് CPRൻ്റെ ടോപ്പ് ലെവൽ ടച്ച് ചെയ്തു. അതിനുശേഷം നേരെ കുത്തനെ കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. എന്നിട്ട് ഇവിടെ അങ്ങനെ ഇറങ്ങുന്നത് നമ്മൾ 760-61 റേഞ്ച് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 730 വരെ 30 രൂപയുടെ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. യൂണിവാസ്റ്റ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ ഇവിടെ ഓപ്പണായി കുറച്ച് മുകളിലോട്ട് പോയി. എൻ്റെ ഇവിടെ ഇത് ചെയ്യുമ്പോൾ കാണാം, ഇവിടം വരെ പോയി 313 വരെ പോയതിന് ശേഷം കണ്ടിന്യൂസ് ഒറ്റ ഇറക്കം. 209 എന്നത് 280 വരെ വന്നു. ഏകദേശം 27-28 രൂപ പ്രോഫിറ്റ് വന്നു. പക്ഷേങ്കിൽ തിരിച്ച് ലാസ്റ്റ് ടൈമിൽ വീണ്ടും ഒരു ഒറ്റ കയറ്റം കയറി ഇവിടെ നോക്കി പോയി പുതിയ ഹൈ അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം എൻട്രി ചെയ്യാൻ കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, 1 മണിക്കൂറുണ്ട്. അപ്പോൾ അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക, ഇല്ല, തിരിച്ചിവിടെ തന്നെ അടിച്ചു. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ ആ ഒറ്റ ക്യാൻഡിൽ തന്നെ തിരിച്ച് വീണ്ടും 290 വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഹൈ തലേദിവസത്തെ ഹൈയുടെ അവിടെ വന്ന് വീണ്ടും ഇറങ്ങി. അതിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ക്യൂപ്പിഡിനകത്ത് ഓപ്പണിങ്ങിൽ R2 അടിച്ചതിന് ശേഷം ഇവിടുന്ന് R2 അവിടുന്ന് 125 റേഞ്ചാണ് 120 വരെ വരുന്നുണ്ട്. റലീഗറിനകത്തും ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് പിന്നെ വൺ സൈഡ് ഇറക്കമായിരുന്നു. ഇവിടുന്ന് 275 എന്നത് 260 വരെ 15 രൂപ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അസാഹി ഇന്ത്യ നമ്മൾ പറയുന്ന രീതി ചാൻസ് ഇല്ല. പക്ഷേ എങ്കിൽ പ്രഡിക്റ്റീവ് ചാനലിൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ ഇവിടുന്ന് ചാൻസ് എടുക്കായിരുന്നു. എടുത്തവർക്ക് അത് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനകത്ത് നമ്മളെടുത്ത ഷെയറുകൾ ഇതാണ്. പക്ഷേ എങ്കിൽ അതിനകത്തൊന്നും നമുക്ക് ചാൻസ് തന്നില്ല. PLനകത്ത് നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. RBL ബാങ്കിനകത്ത് അതിലും
ചാൻസ് ഇല്ല. ചെറിയ മൂവ്മെന്റ് ആയിരുന്നു. പി എല്ലിനകത്ത് നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പി എല്ലൊക്കെ ചിലപ്പോൾ നാളെ ചാൻസ് തരുമായിരിക്കാം. എന്തായാലും ഇത്രയുമായിരുന്നു. നമുക്ക് ഒരു 5-6 ഷെയറോളം തന്നെന്ന് തോന്നുന്നു. 5 ഷെയറോളം തന്നെന്ന് തോന്നുന്നു. ഓക്കെ. നമ്മൾ ഈ നാളത്തേന് എടുത്തു വെച്ചേക്കുന്ന ഷെയറുകളാണ് ഈ സ്ക്രീനെ കാണുന്നത്. ആനന്ദ്രാത്തി ഹെവി മൂവ്മെന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് 2596 ക്ലോസിങ്. ഓപ്പണിങ്ങിൽ ഇത് ഈ ഹൈ അടിച്ച ഒരു പ്രാവശ്യം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഷെയർ. ദി ഡേ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ ഷെയർ ഹൈയും R1 റേഞ്ചും നോക്കുക. പിന്നെ ഇഗാർഷി എന്ന് പറയുന്ന ഷെയർ നല്ല മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഈ 600 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ABDL എന്ന് പറയുന്ന ഷെയർ ഈ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ക്യൂപ്പിഡിനകത്ത് വൺ സൈഡ് മൂവ്മെന്റ് കിട്ടും. അപ്പം നോക്കിയേ ചെയ്യാവൂ. അധികം വെയിറ്റ് ചെയ്യരുത്. ഇതിവിടെ നോക്കിയറിയാം ഹൈയും R1 ഏകദേശം അടുത്തടുത്ത്. ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷെങ്കിൽ അന്നേരത്തെ ഹൈയുടെ മുകളിൽ പക്ക സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അതിനകത്ത് ഓപ്പറേറ്റർമാർ നല്ലതായിട്ടിരുന്ന് മൂവ്മെന്റ് ചെയ്യിക്കുന്ന ഷെയറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് APLL ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ R1 R2 റേഞ്ച് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഉഷ മാർട്ടിൻ 400 പോയിട്ട് 398 കട്ടിയാണെങ്കിൽ ചിലപ്പോൾ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹെഗ് 546 550 പോയിട്ട് ഈ ലെവൽ കട്ടിയാണ് ചാൻസ് ആണ്. കാർട്രേഡ് ഹൈയോ R1 റേഞ്ചിൽ നിന്നോ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഡാറ്റാമെട്രിക്സ് ആവറേജ്. ഇതിൻ്റെ ഈ ആവറേജ് കൂടെ ശ്രദ്ധിക്കണം. നാളെ ഈ ആവറേജിന് മുകളിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ ചിലപ്പോൾ ആ റേഞ്ചിൽ തന്നെ നമുക്ക് സെല്ലിങ് എടുക്കാൻ പറ്റും. അതല്ല ഹെവി മൂവ്മെന്റ് കിട്ടിയാൽ ഹൈ റേഞ്ച് R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് എടുക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഈ 3 ഷെയറാണ്. ഇതിനകത്ത് എനിക്ക് തോന്നി ഈ R1 റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം ഇറങ്ങിയാൽ ചിലപ്പോൾ നല്ല ചാൻസ് കിട്ടും. ഓൾറെഡി വീക്കാണ് ഷെയർ. ലോറസ് ലാബ് കണ്ടിന്യൂസ് അപ്പ് ട്രെൻഡിലാണ്. നമ്മൾ ഹൈ അടിച്ചാലും R1 ഒക്കെ ലെവലിൽ പോയിട്ട് അതൊരു 4-5 രൂപ ഇറങ്ങി തരും, പിന്നെയും തിരിച്ച് കയറും. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യുന്നത് കാര്യമില്ല. അല്ലെ പിന്നെ അതുപോലെ വോളിയം കയറി ഇറങ്ങുന്ന ഷെയർ ആയിരിക്കണം. എൻട്രി പോയിട്ട് ഇറങ്ങുമ്പം ലെവലുകൾ പോയിട്ട് ഇറങ്ങുമ്പം എൻട്രി എടുത്താൽ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. PLനകത്തും 2 ദിവസമായിട്ട് നല്ല മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് 1300 പോയിട്ട് ഈ ഹൈ അടിച്ചിറങ്ങുവാണെങ്കിൽ ഒരു ചാൻസ് എടുക്കാം. അതല്ല ഓപ്പണിങ് നല്ലൊരു മൂവ്മെന്റ് കിട്ടി R1 R2 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷെയറുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ രീതിയിൽ എടുക്കുന്ന ഷെയറിനകത്ത് ഒന്ന് ഈ BSC ആണ്. BSC ഈ റേഞ്ച് 2595 2510 റേഞ്ചിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് അത് അതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയർ അതിനായിട്ട് എടുക്കാം. പിന്നെ PPL ഫാർമ എന്ന് പറയുന്ന ഷെയർ 208 210 റേഞ്ച് 2 ഷെയറേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ തന്ന ഷെയറിനകത്ത് പുതിയ രീതിയിലുള്ള ഷെയറിനകത്ത് കുറേ ചാൻസ് തന്നതിനകത്തൊക്കെ ചാൻസ് തന്നെന്ന് തോന്നുന്നു. പക്ഷേ അധികം പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. ഒരു നോർമൽ പ്രോഫിറ്റ്, വലിയ ഹെവി പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പ്രോഫിറ്റ് അത് വന്ന റേഞ്ചിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവരും നോക്കി ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.